ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക്. വോട്ട് മോഷണത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ തെറ്റും അടിസ്ഥാനരഹിതവുമാണെന്ന വാദത്തിൽ ഉറച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഉന്നയിച്ച ആരോപണം 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിലേതാണ്. അന്ന് ചില ക്രമക്കേടുകൾ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും പക്ഷേ ആ നീക്കം ഫലപ്രദമായില്ലെന്നും കൃത്യമായി അതിനെ തടഞ്ഞിരുന്നുവെന്നുമാണ് കമ്മീഷന്റെ വാദം. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ BJP ഇതുവരെ തയ്യാറായിട്ടില്ല. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നു. അബ്ദുൾ റഷീദ്, ഈ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വാർത്താ സമ്മേളനമായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയിരുന്നത്. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം ഇതിൽ? അജിംഷാദ്, തീർച്ചയായും രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. പ്രത്യേകിച്ചും രേഖകളും അതോടൊപ്പം ആളുകളെ അടക്കം നിരത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും പഴയ നിലപാട് തന്നെ തുടരുകയാണ്. കഴിഞ്ഞ തവണ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടപ്പോൾ പോലും അടിസ്ഥാനരഹിതമായിട്ടുള്ള വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തോട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്ന ഒരു സമീപനമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. സമാനമായിട്ടുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഫാക്ട് ചെക്കിങ്ങിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് 2023 സമാനമായിട്ടുള്ള ഈ വിഷയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ മണ്ഡലത്തിൽ കർണാടകയിലെ അലന്ത മണ്ഡലത്തിൽ കോൺഗ്രസ് തന്നെയാണ് വിജയിച്ചിട്ടുള്ളതെന്ന് ബാലിഷ്ടമായിട്ടുള്ള ഒരു നടപടിയാണ് അല്ലെങ്കിൽ ഒരു പ്രതികരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ളൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതേസമയം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഒരു നിലപാടിൽ തന്നെയാണ് BJPയും മുന്നോട്ട് പോകുന്നത്. കൃത്യമായിട്ടുള്ള ഇടപെടൽ BJPയുടെയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. ഇനി ഏതായാലും ഈ വിവരങ്ങൾ പുറത്തുവിടേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാത്രം ബാധ്യതയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയും അതോടൊപ്പം ജനാധിപത്യത്തെയും അട്ടിമറിക്കുകയും ഇതിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ് എന്ന കടുത്ത ആരോപണമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഈ 2023 ക്രമക്കേടുകൾ ഉണ്ട് എന്ന് ഇവിടെ സമ്മതിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കഴിഞ്ഞ തവണത്തെ വിശദീകരണത്തിൽ നിന്നും മറ്റൊരർത്ഥത്തിൽ പുരോഗതിയുണ്ട്. പക്ഷേ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ BJP ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ ജൻസി പരാമർശം അതിനെ BJP വിവാദമാക്കുകയാണ്. കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം എന്നാണ് പണ്ട് കർഷക സമരത്തെ നേരിട്ടതിന് സമാനമായി BJPയുടെ ആരോപണം, അല്ലേ റഷീദ്? തീർച്ചയായും നേരത്തെയും BJP സമാനമായിട്ടുള്ള നിലപാട്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമാനമായിട്ടുള്ള നിലപാട് തന്നെയായിരുന്നു BJPയും മുന്നോട്ട് വെച്ചിരുന്നത്. അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ BJPയും തുടരുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വിവിധ മന്ത്രിമാരുടെയൊക്കെ തന്നെയും വാർത്താ സമ്മേളനം ഉണ്ടാവുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ആരോപണം അത് അടിസ്ഥാനരഹിതമാണ്. തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നൊരു വാദമാണ് BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുന്നോട്ട് വെക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം രാഹുൽ ഗാന്ധി എക്സിൽ ഒരു കുറിപ്പ് നൽകിയിരുന്നു. പ്രധാനമായും ഈ യുവത്വവും യുവാക്കളൊക്കെ തന്നെയും ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാൻ മുന്നോട്ട് വരുമെന്നായിരുന്നു അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നത്. ഇതിനെ ഒരു വിവാദമാക്കി എടുക്കാനാണ് ഇപ്പോൾ BJP തന്ത്രങ്ങൾ മെനയുന്നത്. പ്രത്യേകിച്ചും ഈ നേപ്പാളിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വിവാദത്തിലേക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ തള്ളിയിടാൻ BJP മുന്നോട്ട് വരുന്നത്. പ്രത്യേകിച്ചും യുവത്വത്തെ ഇത്തരത്തിൽ പ്രകോപനത്തിന്, അതായത് ഈ ആഭ്യന്തര കലാപം അടക്കം ഉണ്ടാക്കാനുള്ള ഒരു പ്രകോപനത്തിന് ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് അല്ലെങ്കിൽ വിമർശനമാണ് BJPയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എക്സ് പോസ്റ്റിനെ വലിയ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് BJPയും കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇനി കോൺഗ്രസ് ആണ് കൃത്യമായിട്ടുള്ള മറുപടി നൽകേണ്ടത്. അതേസമയം തന്നെ ഈ രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള ചില വിഷയങ്ങളിൽ കോൺഗ്രസിനകത്ത് നിന്ന് അതൃപ്തിയുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ചില നേതാക്കളൊക്കെ തന്നെയും കേവലമായിട്ടുള്ള 24 വോട്ടുകൾക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ അടക്കം പഴി ചാരുന്നത് എന്ന നീക്കത്തിലേക്ക് ചില കോൺഗ്രസ് നേതാക്കൾ കൂടി വരുന്നുണ്ട്. എന്തായാലും ഇതിലൊരു അതൃപ്തി കൂടി കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിൽ കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം BJPയും തയ്യാറായിട്ടുണ്ട്. റഷീദാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.